മാറായുണ്ടി മരുവതിൽ സാരമില്ല മാറായിന്നാഥനാമേഷു. മാറായുണ്ടി മരുവതിൽ സാരമില്ല മാറായിന്നാഥനാമേഷു. മാറാത്ത വാക്കു തന്നോൻ മാറുമോ ആയവൻ. മാറാത്ത വാക്കു തന്നോൻ മാറുമോ ആയവൻ. മാറാമധുരമാക്കിടും മാറാമധുരമാക്കിടും. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം. ശോകങ്ങളേറി വന്നാലും ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം. ശോകങ്ങളേറി വന്നാലും. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യമാണ്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. രാജകൊട്ടാരത്തിലേക്ക് കയറി രാജാവിനോട് വിദ്വാൻമാർ ചോദിച്ചൊരു ചോദ്യമാണ്, രാജാവായി പിറന്നവൻ എവിടെ? സത്യം പറഞ്ഞ ആ രാജകൊട്ടാരം, അതിൻ്റെ ഭിത്തികളും അരമനകളും ഒക്കെ വിറച്ചൊരു ശബ്ദമാണ് ആ ശബ്ദം. ഞാൻ ഇന്ന് പറയുന്ന വാക്കിതാണ്, സാത്താന്യ മണ്ഡലങ്ങളെ അസ്വസ്ഥമാക്കുന്ന ചില ദൈവശബ്ദങ്ങൾ വെളിപ്പെടാൻ പോവുകയാണ്. ആ ഹെരോദ രാജാവ് ഭയപ്പെട്ടു പോയി ആ ശബ്ദം കേട്ടിട്ട്. രാജാവ് ജനിച്ചെന്നു. യെസ്, അതെ, നിങ്ങളെ വർഷങ്ങളായി അമർത്തി വച്ചിരിക്കുന്ന, ഒതുക്കി വച്ചിരിക്കുന്ന ശക്തികളിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുന്നവൻ ജനിച്ചു. അവൻ ഇന്ന് ജീവിക്കുന്നു. അവൻ നിങ്ങളുടെ ഹൃദയത്തിൽ വരുന്നു. ഈ ഒരു ശബ്ദമുണ്ടല്ലോ പൈശാചിക മണ്ഡലത്തെ വിറപ്പിക്കും. ഈ വചനം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ കർത്താവ് എന്നോട് പറയുന്നു, നിങ്ങളെ പേടിപ്പിച്ച പലതിനെയും പേടിപ്പിക്കുന്ന ഒരു കാലമായിരിക്കുന്നു. നിങ്ങളെ തകർത്ത പലതിനെയും തകർക്കുന്ന ഒരു കാലമായിരിക്കുന്നു. അമേൻ, അമേൻ, അമേൻ. ചില ആധിപത്യങ്ങളെയൊക്കെ ദൈവം പൊട്ടിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഈ ശബ്ദം കേട്ട അന്നു മുതൽ ആ രാജാവിൻ്റെ ഉറക്കം കെട്ടു. അതെ, നിന്നെ ഉറക്കം കെടുത്തിയ ചിലതിൻ്റെ ഉറക്കം കെടുത്തുന്ന നാളുകളാണ് ഈ നാളുകൾ. ദൈവം ചില ദൈവ പദ്ധതികൾ ചെയ്യുന്നത് പൈശാചിക മണ്ഡലങ്ങൾ കാണത്തക്കവണ്ണം കേൾക്കത്തക്കവണ്ണവും വെളിപ്പെട്ടു വരാൻ പോവുകയാണ്. യെസ്, ഇവിടെ ഒരു വാക്ക് പരിശുദ്ധാത്മ പറയുകയാണ്, നിനക്കൊരു രാജാവുണ്ട്, നിനക്കൊരു ഉടമസ്ഥനുണ്ട്. നിന്നെ അങ്ങനെയൊന്നും ഒത്തിരി നാളൊന്നും പിശാചിനോ ലോകത്തിനോ അന്ധകാര മണ്ഡലങ്ങൾക്കോ ഒതുക്കി വെക്കാൻ പറ്റത്തില്ല. പൈശാചിക മണ്ഡലം തിരിച്ചറിയുന്ന ചില ദൈവശബ്ദങ്ങൾ ഈ ദിനങ്ങളിൽ മുഴങ്ങപ്പെടുകയാണ്. നിനക്കൊരു അധികാരിയുണ്ട്, നിനക്കൊരു ഉടമസ്ഥനുണ്ട്, നിനക്കൊരു വിടുവിക്കുന്നൊരു നായകനുണ്ട് എന്ന് അന്ധകാര മണ്ഡലങ്ങൾ കേൾക്കാൻ പോവുകയാണ്. എന്നോട് കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് സന്തോഷവും അന്ധകാര മണ്ഡലത്തിന് വിറയൽ സംഭവിക്കുകയും ചെയ്യുന്ന ചില കാര്യങ്ങൾ ഈ ദിനങ്ങൾ നടക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഉല്ലാസവും മറ്റുള്ളവർക്ക് വിലാപവും വെളിപ്പെടുന്ന ചിലത് സംഭവിക്കാൻ പോവുകയാണ്. ഇസ്രായേൽ ജനം പാട്ടും ആരാധനയുമായി മിസ്രയീം വിടുമ്പോൾ ഫറവോന്റെ കൊട്ടാരത്തിൽ നിലവിളിയാണ്. അതെ, ദൈവം നിങ്ങളുടെ വിലാപങ്ങളെ മാറ്റി നൃത്തമാക്കാൻ പോകുന്നു. ഇരട്ട അഴിച്ച് സന്തോഷം ഒട്ടിപ്പിക്കാൻ പോകുന്നു. എങ്ങനെ സംഭവിക്കും? ഒരുവൻ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു, ഒരുവൻ നിങ്ങൾക്കായി ജീവിക്കുന്നു, ഒരുവൻ നിങ്ങൾക്കായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആ യേശു ക്രിസ്തു നിങ്ങൾക്കുള്ളത് കൊണ്ട് ആ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്കും നിങ്ങളുടെ മനസ്സിലേക്കും നിങ്ങൾ സ്വീകരിക്കുമ്പോൾ അന്ധകാര മണ്ഡലങ്ങൾ വിറയ്ക്കും, ദുഷ്ടമണ്ഡലങ്ങൾ തകരും. നിങ്ങളെ ഉറക്കം കെടുത്തിയ ചിലതിനെ
എന്നോട് കർത്താവ് ഇന്ന് ഈ വചനമാണ് നിങ്ങൾക്ക് തരാൻ പറഞ്ഞിരിക്കുന്നത്. അന്ധകാര മണ്ഡലങ്ങൾ അസ്വസ്ഥപ്പെടുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ഈ ഗിദയോൻ ശത്രുപാളയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അവിടെ കേൾക്കുന്നൊരു ശബ്ദമുണ്ട്. സ്തോത്രം, അമേൻ. നമ്മുടെ കൂടാരം മറിഞ്ഞു പോകും. ഒരു യവത്തപ്പം ഉരുടുവന്ന് സകലതും തകർത്തു. ആ ശത്രുവിൻ്റെ പാളയത്തിൽ പാച്ചിൽ വന്നതുപോലെ, പേടിച്ച് വിരണ്ടതുപോലെ നിങ്ങളെ ഇന്നലകളിൽ ഒതുക്കി വെച്ച പലതും നിങ്ങളെ വിട്ട് പറഞ്ഞു പോകുന്ന ദിനങ്ങളായിരിക്കുന്നു. ആത്മമണ്ഡലത്തിൽ ചിലത് സംഭവിക്കുന്നു. കർത്താവ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. നിങ്ങൾ ചില അത്ഭുതങ്ങളും ചില ഡെലിവറൻസിൻ്റെ ദൂതുകളും കേൾക്കാൻ പോകുന്നു. യെസ്, ഇത് നിങ്ങളുടെ ജയത്തിൻ്റെ നാളുകൾ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിന് നന്ദി പറയുന്നു. കർത്താവ്, ആത്മമണ്ഡലങ്ങൾ തിരിച്ചറിയുന്ന ദൈവശബ്ദങ്ങൾ, കഥ ചില ദൈവിക പ്രവൃത്തികൾ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്യുവാൻ പോകുന്നതിന് നന്ദി പറയുന്നു. കർത്താവെ, ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയിൽ, ഈ കുടുംബത്തിൽ പരിശുദ്ധാത്മാവെ അങ്ങനെ ചില ദൈവിക കാര്യങ്ങൾ അങ്ങ് ചെയ്യുവാൻ പോകുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നലകളിൽ അവരെ ഭയപ്പെടുത്തിയതും ഇന്നലകളിൽ അവരെ പീഡിപ്പിച്ചതിനെയും എല്ലാം യേശുവർ ജയിക്കുന്ന അളവിലേക്ക് പരിശുദ്ധാത്മാവെ ഒരു വലിയ ദൈവപ്രവൃത്തി അവരുടെ കുടുംബത്തിൽ അങ്ങ് ചെയ്യുവാൻ പോകുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെ, ഈ കുടുംബത്തെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസം കർത്താവെ ജയകരമായ ഒരു ജീവിതം പരിശുദ്ധാത്മാവെ അങ്ങ് നൽകുന്നതിന് സ്തോത്രം ചെയ്യുന്നു. വിലാപങ്ങളെ നൃത്തമാക്കി മാറ്റുന്നതിന് സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് പ്രത്യേകമായൊരു കാര്യമാണ് പ്രാർത്ഥിക്കാൻ കർത്താവ് ഞങ്ങളോട് പറയുന്നത്. ചില സാത്താന്യ മണ്ഡലങ്ങൾ നിങ്ങളെ തകർക്കുന്ന, നിങ്ങളെ പിടിച്ചു വച്ചിരിക്കുന്ന ചില സാത്താന്യ മണ്ഡലങ്ങൾ പൊട്ടാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ, ഇവരുടെ നന്മകളെ, ഇവരുടെ ആരോഗ്യത്തെ, ഇവരുടെ സമാധാനത്തെ, ഇവരുടെ കുടുംബത്തെയൊക്കെ ഒതുക്കി വച്ചിരിക്കുന്ന ചില പാരമ്പര്യ ശാപങ്ങൾ, ബന്ധനങ്ങൾ, അന്ധകാര മണ്ഡലങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ തകരട്ടെ. രാജകൊട്ടാരത്തിലേക്ക് കയറി രാജാവ് പിറന്നിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ പൈശാചിക മണ്ഡലങ്ങൾ വിറയ്ക്കുന്ന ചില ദൈവപദ്ധതികൾ ഈ കുടുംബങ്ങളുടെ മേൽ നടക്കുന്നതിനായി സ്തോത്രം. ചില ചങ്ങലകൾ അഴിയട്ടെ, ചില ബന്ധനങ്ങൾ പൊഴിയട്ടെ. പിശാച് അടിമയാക്കി വെച്ചിരിക്കുന്ന ചിലർ യേശുവിൻ്റെ നാമത്തിൽ പുറത്തു വരട്ടെ. ആ മദ്യപാനത്തിൽ നിന്ന് പുറത്തു വരട്ടെ. ആ ദുഷ്ജീവിത ശൈലിയിൽ നിന്ന് പുറത്തു വരട്ടെ. ആ കുടുംബത്തെ തകർത്ത് കളയുന്ന പ്രവൃത്തിയിൽ നിന്ന് പുറത്തു വരട്ടെ. കുടുംബങ്ങൾ സമാധാനത്തിലേക്ക് വരട്ടെ. കുടുംബം അടച്ചുള്ള സന്തോഷമുണ്ടാകട്ടെ. ഇരുട്ടിൻ്റെ, ദുരാത്മാവിൻ്റെ സ്വാധീന വലത്തിൽ നിന്ന് ഈ കുടുംബം പുറത്തു വരട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മക്കളെ വിടുവിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. സന്തോഷത്തോടെ ആയിരിക്കുക. ഗോഡ് ബ്ലെസ് യു. ശലോം. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.